മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പെരിമ്പലം. അവിടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന വലിയൊരു ഹാജിയാരുണ്ട്. ആ ഹാജിയാർ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ്. നാട്ടിൽ എന്തു വേണം മൂപ്പര് തീരുമാനിച്ചാൽ നടക്കും, എന്തു വേണ്ട എന്ന് മൂപ്പര് തീരുമാനിച്ചാൽ നടക്കും. ആ വ്യക്തി അഹ്ലു സുന്നത്തിന് വലിയ പവർ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് ശേഷം ക്ഷീണിച്ചു പോയി. നല്ല ഒരു ഓപ്പറേഷനെ കുറിച്ച് വൈദ്യശാസ്ത്രം ആ മനുഷ്യനോട് നിർബന്ധിക്കുകയാണ്. അതിനുവേണ്ടി തമിഴ്നാട്ടിലേക്ക് പോകണം. അതിന് തയ്യാറെടുക്കുമ്പോൾ മൂപ്പർക്ക് പേടി. മഹാനായ ഓക്കെ ഉസ്താദിനെ ചെന്നു കാണുന്നു. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിനോട് ഈ ആചാര്യ പറഞ്ഞു, ഞാൻ തമിഴ്നാട്ടിൽ പോവാൻ, ആശുപത്രിയിൽ ഓപ്പറേഷന് ചെല്ലുകയാണ്, എന്റെ പരിഹാരം അതേ ഉള്ളൂ. ഞാൻ പോകണമെങ്കിൽ ഉസ്താദിന്റെ ഒപ്പം പോരണം. ഞാനോ? ഓക്കെ ഉസ്താദിന് പൈനൊഴിവുണ്ടോ? ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഓക്കെ ഉസ്താദിന്റെ ഒപ്പം പോരണം, ഖലീൽ തങ്ങളിന്റെ ഒപ്പം പോരണം. നല്ല വണ്ടി ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവിടെ താമസിക്കാനുള്ള ലോഡ്ജ് സൗകര്യങ്ങൾ, എല്ലാ സൗകര്യവും ഞാൻ ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും വന്ന് എനിക്കവിടെ കൂട്ടിരിക്കണം, ധൈര്യം തരണം. സമയമായാൽ പോരാം, നിങ്ങൾ പോരാതെ ഞാൻ പോകൂല. മഹബത്താണ്. ആ മഹബത്തിന്റെ പേരിലുള്ള ചില ഷാഠ്യങ്ങളാണ്. വല്ലാത്ത പേടിക്കുമ്പോൾ നമ്മൾ കിട്ടിയ സ്ഥലത്ത് മുറുക്ക പിടിക്കുമല്ലോ, ആ പിടുത്തമാണ്. എന്തു ചെയ്യും? മഹാനായ ഓക്കെ ഉസ്താദ് പറഞ്ഞു, ഞാൻ അങ്ങോട്ടും പോരൂല, എനിക്കിവിടെ ദർസുണ്ട്. മർക്കസിന്റെ സമ്മേളനങ്ങൾക്ക് വരാൻ കൂട്ടാക്കാത്ത ഓക്കെ ഉസ്താദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വടകര മമ്മദാജി തങ്ങൾ പറഞ്ഞു, കടപ്പുറത്ത് ഖിളിർ നബി വരാന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോരുന്നോ? എന്റെ സബഖ് മുടങ്ങും, ഞാൻ പോരൂല എന്ന് പറഞ്ഞ ഒക്കെ ഉസ്താദ് പതിനായിരക്കണക്കിന് ആലിമീങ്ങളെ ഊതിക്കാച്ചി പൊന്നാക്കി ജീവിച്ചിരിക്കുമ്പോൾ 5 തലമുറകളിൽ ആലിമീങ്ങളെ വളർത്തിയിട്ട് സമുദായത്തിന് കാവലാക്കി ആ മഹാനായ ഒക്കെ ഉസ്താദിന് സബക്ക് വിട്ട ഒരു ചിന്തയുമില്ല. മാനവറുകൾ പറഞ്ഞു, ഞാൻ വരൂല. ഹാജി വാശി പിടിച്ചു, ഉസ്താദ് എന്നോടൊപ്പം വരണം. വാഹനം റെഡി, സൗകര്യങ്ങളൊക്കെ റെഡി. എന്റെ പണം നിങ്ങളെ മുമ്പിൽ തെണ്ടമാണ്, അത് മുഴുവനും ഞാനിവിടെ സമർപ്പിക്കുകയാണ്. എന്റെ ഒരു ജീവൽ പ്രശ്നമാണ്, എനിക്ക് ധൈര്യം തരാൻ ഉസ്താദ് വരണം. മഹാനായ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ പള്ളി കയറി 2 റക്അത്ത് നിസ്കരിച്ച് ഇങ്ങോട്ട് വരി, നമുക്ക് പോണത് പിന്നെ ആലോചിക്കാം. മഹാനായ ഒക്കെ ഉസ്താദ്, ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ഇൽമ് ഖബൂൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പല അടയാളങ്ങൾ കൊണ്ടും വ്യക്തമാണ്. നമ്മളെ കൂടി അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് ആ വ്യക്തിയെ പറഞ്ഞു വിട്ടു. തൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള പള്ളിയുണ്ട്. ആ പള്ളിയിൽ ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദാണ് രാവിലെ മൂത്രപ്പുര കഴുകുന്നത്. ഒക്കെ ഉസ്താദാണ് കരണ്ടില്ലാത്ത കാലത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരിപ്പാരുന്നത്. മഹാനായ ഒക്കെ ഉസ്താദാണ് ബാങ്ക് വിളിക്കുന്നത്. ഒക്കെ ഉസ്താദ് തന്നെയാണ് അവിടെയുള്ള 2 സഫ്, 1.5 സഫ്, 1 സഫ് ഇമാമ് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ ആ പള്ളിയുടെ മുറ്റത്താണ് അന്തിയുറങ്ങുന്നത്. മഹാനായ ഒക്കെ ഉസ്താദ് പറഞ്ഞു, ആജിയാരെ, നിങ്ങൾ ആ പള്ളി പോയി 2 റക്അത്ത് നിസ്കരിച്ച് നിങ്ങൾ ഇങ്ങ് പോരി. ഹാജി സാഹബ് ആ പള്ളിയിലേക്ക് ചെന്നു, 2 റക്അത്ത് നിസ്കരിച്ചു. പള്ളി കയറിയ നിസ്കാരം തന്നെ മതിയല്ലോ, തഹയ്യത്തിന്റെ നിസ്കാരം, ഒളുവെടുത്ത നിസ്കാരം. ആ 2 റക്അത്ത് നിസ്കരിച്ച് ആ സാധു തിരിച്ചു വന്നു. ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ തമിഴ്നാട്ടിലൊന്നും പോണ്ട, നിങ്ങളങ്ങോട്ടും പോണ്ട, നിങ്ങൾ വരെ പോയി അവിടെ ഇരുന്നോളി, നിങ്ങൾക്കൊരു അസുഖമില്ല, നിങ്ങൾക്കൊരു വിഷമവുമില്ല, നിങ്ങൾ പോയിക്കോളി. ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് പറഞ്ഞതാണ്. ആ വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. എൻ്റെ കുടുംബവുമായി ഒരു വിവാഹബന്ധം ഉണ്ടായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഒരു വരൻ തൽക്കാലം ഒന്ന് മാറി നിന്നപ്പോൾ വിവാഹബന്ധപ്പോഴും ഇല്ല, ലോഹ്യബന്ധവും സ്നേഹമൊക്കെ ഉണ്ട്. പ്രാസ്ഥാനിക കുടുംബത്തിലെ ഒരു തലയെടുപ്പുള്ള വലിയ മനുഷ്യനാണ് അദ്ദേഹം.
മഞ്ചേരിയുടെ പരിസരങ്ങളിൽ കൊമ്പ് കുലുക്കുന്ന പലർക്കും മറുപടിയാണ് അദ്ദേഹം. ആ നല്ല വ്യക്തി പൈസ ചെലവാക്കിയില്ല. ആരോഗ്യം ആ മനുഷ്യൻ ആശുപത്രിയുടെ മേശപ്പുറത്ത് അവിടെ മലർത്തിക്കിടത്തിയില്ല. ഓക്കസ്താദിന്റെ മുമ്പിൽ പറഞ്ഞതാണ്. മഹാനായ ഓക്കസ്താദ് പറഞ്ഞു, നിങ്ങൾ പറയെ പൊയ്ക്കോളി, ഒരസുഖവും പിന്നെ വന്നിട്ടില്ല. അതാണ് ഒക്കെ ഉസ്താദ്. അവരാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാന്റെ ആത്മമിത്രങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഔലിയാക്കളെ കാണണം, നമ്മൾ ഉലമാക്കളെയും കാണണം, നമ്മൾ ആ മഹത്തുക്കളൊക്കെ മനസ്സിലാക്കണം. അള്ളാഹു അവരെ മഹബത്ത് വയ്ക്കുന്ന ഭാഗ്യവാന്മാരെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. അസുഖം കൊണ്ട് വട്ടം കറങ്ങിപ്പോയൊരു മനുഷ്യൻ, ആ മനുഷ്യനോട് ഉമ്മ പറഞ്ഞു, നീ വടകര കണ്ടിയിലോറെടുത്തൊന്ന് പോയിക്കോ. കണ്ടിയിലോറ് എന്ന് പറഞ്ഞാൽ കണ്ടിയിൽ മുഹമ്മദാജിയാണ്, വടകര മുഹമ്മദാജി തങ്ങളാണ്. CM വലിയുല്ലാഹിയെ ഊതിക്കാച്ചി പൊന്നാക്കിയ മാതൃകാ യോഗ്യനായ അധ്യാപകനാണ്. വഫാത്ത് ശവ്വാൽ 4-ന്, അതിനു മുമ്പേ റമദാനിൽ പോകാനായിട്ടോ എന്നു പറഞ്ഞ് CM വലിയുള്ളാന്റെ മുറിയിൽ കയറി വിവരം കൊടുത്ത് ഇറങ്ങി നടന്നുപോയ ബഹുമാനപ്പെട്ട മുഹമ്മദാജി തങ്ങൾ. മഖാമിന്റെ പണികൾ നടക്കുന്നു. ഈ മഖാമിന്റെ തറക്കല്ലിടൽ ആര് വേണം? ശിഹാബ് തങ്ങളോ EK ഉസ്താദോ AP ഉസ്താദോ? തൽക്കാലം ആരും വേണ്ട. CM വലിയുള്ളാന്റെ ഗുരു മുഹമ്മദാജി തങ്ങൾ ഹയാത്തിലുണ്ട്. ആ മഹാനുഭാവൻ ഇവിടെ വരുന്നു, കാര്യങ്ങൾ നടത്തുന്നു. മുഹമ്മദാജി തങ്ങളെ നമുക്ക് മറക്കാൻ കഴിയില്ല. മർക്കസിന്റെ സഖാഫികൾ 3000-ഓളം പേർക്ക് സനദ് കൊടുത്തത് മുഹമ്മദാജി തങ്ങളാണ്. എറണാകുളം സമ്മേളനത്തിന് ദുആ ചെയ്ത മുഹമ്മദാജി തങ്ങളാണ്. SSF-കാർ, ഇസ്ലാമിന്റെ പുലിക്കുട്ടികൾ, അർശിന്റെ തണലുള്ളവരാണ്. ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ് എന്ന് ബഹുമാനപ്പെട്ടവരാണ് പ്രസംഗിച്ചത്, വാഴ്ന്നു പറഞ്ഞത് തിരൂരങ്ങാടി ധർമ്മപുരിയിൽ. ആ പ്രസംഗത്തിന്റെ അലയൊടികൾ ദാറുൽ ഹുദായുടെ ചുമരിൽ തട്ടി ഇങ്ങനെ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. ആ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ് 5-6 റോഡുകൾ കിലോമീറ്ററുകളോളം നിറഞ്ഞു കവിഞ്ഞ് ധർമ്മപുരിയിൽ മാറ്റൊലി കൊണ്ട ആ ശബ്ദം മഹാനായ മുഹമ്മദാജി തങ്ങള് പേരോട് ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത SSF-ന്റെ സമ്മേളനത്തിൽ പ്രഭാഷണം നിർവഹിച്ചത് മറക്കണ്ട. മർക്കദുൽ സഖാഫത്തി സുന്നിയയിൽ നിന്ന് ഹിഫ്ളുൽ ഖുർആന്റെ ബിരുദം ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദും കൂടെ ഞാനും ആദ്യത്തെ ബാച്ചിൽ 2 പേർ ആ കൈകളിൽ നിന്നാണ് വാങ്ങിയത്. നിനക്ക് സനദ് തന്നത് ഞാനല്ലടോ, അറബികളോട് പൈസയും വാങ്ങി തന്നിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞ മുഹമ്മദാജി തങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ആ മുഹമ്മദാജി തങ്ങളെ പോയി കാണാനാണ് ഒരു ഉമ്മ മോനോട് പറഞ്ഞത്. കണ്ടീത്താഴ ഓറച്ചെന്ന് കണ്ട് പറഞ്ഞോളൂ. ആ മകൻ രോഗം കൊണ്ട് വിഷമിച്ച ആളാണ്, വല്ലാതെ പ്രയാസപ്പെട്ടു പോയ ആളാണ്. പലയിടത്തും ചെന്നിട്ട് പരിഹാരം കിട്ടാതെ കുറച്ചൊക്കെ നിരാശയും തലയിൽ കയറിപ്പോയതാണ്. അതുകൊണ്ട് ഉമ്മാനോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ടും പോവില്ല, എന്നെ കൊണ്ടാവൂല, ഒലക്കപ്പിണ്ണാക്ക് ഇതെവിടെയും ഞാനിനി പോകാൻ തീരുമാനിച്ചിട്ടില്ല. വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറെ കഴിഞ്ഞപ്പോ അയാള് കുളിച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് മുപ്പര് ബഹുമാനപ്പെട്ട കണ്ടീത്താഴ എന്ന് പറയാം, വീട്ടുപേരാണ്. ബഹുമാനപ്പെട്ട ചെറുവണ്ണൂര് നാട്ടിന്റെ പേരാണ്. വടകര തൊട്ടോളി മഖാമില് ഒരുപാട് കാലം റിയാള ഇരുന്നിട്ട് അങ്ങനെ കിട്ടിയ പേര്. മഹാനായ മുഹമ്മദാജി തങ്ങളെ ചെന്ന് കണ്ട് സലാം പറഞ്ഞപ്പോൾ സലാമു അലൈക്കും ഒലക്കപ്പിണ്ണാക്ക് എന്നാണ് മറുപടി. സലാമു അലൈക്കും ഒലക്കപ്പിണ്ണാക്ക് എന്നാണ് മറുപടി. പലതവണ പറഞ്ഞു, ഇയാൾക്ക് വേഗം മനസ്സിലായി. കാല് പിടിച്ചു പറഞ്ഞു, ഞാൻ ഇവിടുത്തെ വിചാരിച്ചു പറഞ്ഞതല്ല, ഇവിടുത്തെ നിസ്സാരപ്പെടുത്തി പറഞ്ഞതുമല്ല. ഞാൻ എൻ്റെ ഹസഅ്, എൻ്റെ ജസഅ്, എൻ്റെ വെപ്രാളം, നിരാശ അങ്ങനെ വന്നുപോയതാണ്. നിരാശപ്പെട്ട് കുത്തിർന്നിട്ട് കാര്യമല്ല, ഇത് തന്നെയുള്ളൂ ശരണം, അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് മഹാനായ ഉമ്മായി തങ്ങൾ പറഞ്ഞു, നിന്റെ അസുഖം അത് ഞാൻ മാറ്റിത്തരാം, നീ പോയിക്കോ. അൽഹംദുലില്ലാഹ്, ആ മഹത്തുക്കളൊക്കെ അങ്ങനെയായിരുന്നു. മഹാനായ വടകര മുഹമ്മദാജി തങ്ങൾ, ഇവിടുത്തെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ബഹുമാനപ്പെട്ട അവേലത്തു തങ്ങളും കാന്തപുര ഉസ്താദും
കാസർഗോഡ് കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി അവരുടെ വീട്ടിൽ മൗലിദിന് പോവാണ്. ഉസ്താദ് അവർകൾ മർക്കസിന്ന് വണ്ടി കയറി. ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങള് അവേലത്തുനിന്ന് കയറി നേരെ വിട്ടു ചെറുവണ്ണൂർ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി തങ്ങളെ കൂട്ടിയിട്ട് അവര് മൗലിദിന് പോവാണ് കോട്ടിക്കുളത്തേക്ക്. ഡ്രൈവർ ലത്തീഫ്, അദ്ദേഹം ഉത്സാഹഭരിതനാണ്. ഉസ്താദ് അവർക്ക് ചേർന്ന സാരഥിയാണ്. വണ്ടി ഓടിക്കാനൊക്കെ നല്ല ഉഷാറും പരിചയവും മിടുക്കും നല്ല ക്ഷമയും. പക്ഷെ അബ്ദുൽ ലത്തീഫിന് ഒരൊറ്റ പ്രശ്നമുണ്ട്, മക്കളില്ല. വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുള്ളതിന്റെ പേരിൽ കോഴിക്കോട്ട് ആദ്യമായി സ്കാനിങ് യന്ത്രം വന്നപ്പോൾ സ്കാൻ ചെയ്തു PVS-ൽ. അന്ന് സ്കാൻ ചെയ്യുന്നതും ഡോക്ടർമാരാണ്. അവര് റിസൾട്ട് കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ ഭാര്യയ്ക്ക് 1% പോലും ഗർഭിണിയാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ചികിത്സയും ഇംഗ്ലീഷ് മരുന്നും കുത്തിക്കേറ്റി ഈ പെണ്ണിനെ കൊല്ലരുതേ. ലത്തീഫ് അപ്പോൾ വല്ലാതെ കരഞ്ഞുപോയി. പക്ഷേ AP ഉസ്താദ് പറഞ്ഞു, ഞമ്മക്ക് മമ്മദാജി തങ്ങളോട് പറയടോ. മമ്മദാജി തങ്ങളെയും കൂട്ടി കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരിയുടെ മൗലിദിന് പോവാണ്. കോട്ടിക്കുളം ഉസ്താദ് എന്ന് പറയുന്ന സൂഫി സാത്വികൻ, ആള് കുറച്ച് ഗൗരവക്കാരനാണ്. ആ വ്യക്തിയുടെ ചില പദപ്രയോഗങ്ങൾ കുറച്ചു കണിശമാണ്. കോട്ടിക്കുളത്തെ ചീത്ത പറയുന്നവരുണ്ട് പലരും, ആ വലിയ മനുഷ്യനെ ആക്ഷേപിക്കുന്നവരുണ്ട് പലരും. അവരൊക്കെ അറിയണം, കോട്ടിക്കുളത്തിന്റെ വീട്ടിൽ മൗലിദോതാൻ പോകുന്നത് നാട്ടിലെ മൊല്ലയല്ല. മൗലിദ് ചെല്ലാൻ പോണത് ആരാണ്? മമ്മദാജി തങ്ങളാണ്, അവേലത്തെ തങ്ങളാണ്. അവരെയൊക്കെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടി മൗലിദ് നടത്തിയ ബഹുമാനപ്പെട്ട കോട്ടിക്കുളവും കനമുള്ള ആള് തന്നെ. ബഹുമാനപ്പെട്ടവരെ വീട്ടിലേക്ക് മൗലിദിന് പോകുന്ന വണ്ടി ഓടിക്കുന്ന ലത്തീഫ് എന്ന് പറയുന്ന ഡ്രൈവർ, മാഹിയിൽ പരിചയമില്ലാത്ത പെട്ടെന്നൊരു ഹമ്പ്, നേരത്തെ ഇല്ലാത്തത്, പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഹമ്പിന്റെ മുകളിൽ വണ്ടി അങ്ങ് മറിഞ്ഞു. അല്ല, മറിഞ്ഞതല്ല, ഒന്ന് കുലുങ്ങി എടുത്തെറിഞ്ഞ പോലെ. മമ്മദാജി തങ്ങൾ ചൂടായി, ആരടാ വണ്ടി ഓടിക്കുക? ഏപ്പിന്റെ ഡ്രൈവർ തന്നെ അല്ലേ? പിന്നെ ചോദിച്ചു, ഓന് മക്കളില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? മമ്മദാജി തങ്ങൾ ഒരാഴ്ച മുമ്പ് വീണിട്ട് ചെറിയെന്തോ ഒരു പ്രശ്നവും പറ്റിയിട്ടുണ്ടായിരുന്നു. ആ വീഴ്ചയുടെ ആഘാതത്തോടൊപ്പം ഈ കുലുക്കത്തിന്റെ വേദനയും അതുകൊണ്ട് പൊട്ടിത്തെറിച്ചതാണ്. പക്ഷെ ആ പൊട്ടിത്തെറി വേഗം വിഷയം മാറിപ്പോയത് കൊണ്ട് എല്ലാവർക്കും സന്തോഷമായി. അബ്ദുൽ ലത്തീഫ് ആശ്വസിച്ചു. ബഹുമാനപ്പെട്ടവരെ വാക്ക്, ഓന് മക്കളില്ലെങ്കിൽ ഞാൻ. അവേലത്തെ തങ്ങള് പറഞ്ഞു, ഓൻ തന്നെ ഉണ്ടാക്കട്ടെ. AP ഉസ്താദ് ആ തമാശയിൽ പങ്കുചേർന്നു. ആരാക്കിയാലും വേണ്ടിയില്ല, ഓന് കുട്ടിണ്ടായേ പറ്റും. ഏതായാലും പിന്നെ ഒന്നും പറഞ്ഞില്ല. ആ വലിയ ആലിമീങ്ങൾ, ആ വലിയ മഹാന്മാർ അവർക്കൊത്ത ചർച്ചകളിലൂടെ ആ യാത്ര പൂർത്തീകരിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഭാര്യ സ്വകാര്യം പറയുന്നു. ആ ഭാര്യയുടെ ഒരു നാത്തൂന് നഴ്സാണ്, അവളെ വിളിച്ചു വരുത്തുന്നു. അവര് രണ്ടും കൂടി പറഞ്ഞ സ്വകാര്യം പിന്നെ കാര്യമാകുന്നു. അത് പിന്നെ ആശുപത്രിയിൽ പോയി ഉറപ്പുവരുത്തുന്നു. ഭാര്യ ഗർഭിണിയാണ്. അൽഹംദുലില്ലാഹ്. അന്ന് അബ്ദുൽ ലത്തീഫ് സന്തോഷിച്ചു, കാന്തപുര ഉസ്താദ് സന്തോഷിച്ചു. ഉസ്താദ് അവർകൾ പറഞ്ഞു, നമുക്കിന്ന് വഅദ് കഴിഞ്ഞ് കോഴിക്കോട്ട് കൂടി പോരാം. നടക്കാവില് അബൂബക്കറാജിന്റെ വീട്ടില് ഇന്ന് അവിടെയുണ്ട് മഹാനവർകൾ, നമുക്ക് കണ്ടിട്ട് പറയാം. പാതിര നേരത്ത് മമ്മദാജി തങ്ങളെ മജ്‌ലിസും കഴിഞ്ഞു അവിടെ ഇരിക്കുമ്പോ കാന്തപുരം ഉസ്താദ് ചെന്നിട്ട് നമ്മളെ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മമ്മദാജി തങ്ങൾ പറഞ്ഞു, അതെ ലത്തീഫിന് മക്കളുണ്ട്, അതെന്നെ, അപ്പൊ നിങ്ങൾ പറയണ്ടല്ലോ, നമ്മളല്ലേ എൻ്റെ ആള്. സുബ്ഹാനല്ലാഹ്. ചിരിക്കണോ കരയണോ? അൽഹംദുലില്ലാഹ്, സന്തോഷമായി പോയി.
1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ മിഅ്റാജ് നേർച്ച മഹാനവർകളുടെ വീട്ടിൽ കണ്ടിയിൽ വടകരയിൽ. ആ നേർച്ചക്ക് കാന്തപുര ഉസ്താദ് എല്ലാ കൊല്ലവും പോകാറുണ്ട്. ജീവിതകാലത്ത് നടത്തി വരുന്ന പരിപാടിയാണ്. 1 കൊല്ലം പോകാതിരുന്നപ്പോൾ മഹാനവർകൾ പറഞ്ഞു നാളെ വീട്ടിലേക്ക് വരണം. ചെന്നപ്പോൾ ഉസ്താദ് അവർകളുടെ കാറ് ട്രൂപ്പർ, അന്ന് കേരളത്തിൽ മറ്റാർക്കും ഇല്ലാത്ത മനോഹരമായ വാഹനം. ആ വാഹനത്തിന്റെ പിന്നിൽ ഒരാടിനെയും വെച്ചു കയറ്റി കൊടുത്തു. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്കൊരു സൽക്കാരം തരാനാണ്. നിങ്ങൾ വന്നില്ല, ഇപ്പോൾ വന്നു. ഇത് കൊണ്ടുപോകണം. ഇത് ഞാൻ പാകപ്പെടുത്തി തല വേറെ കാല് വേറെ സൂപ്പ് വേറെ നിങ്ങൾക്ക് തരലുണ്ട്. ഇത് നിങ്ങൾ കൊണ്ടുപോകണം. അബ്ദുൽ ലത്തീഫ് ആ വണ്ടിയുടെ ഡ്രൈവറായിരുന്നു. ഉസ്താദിന്റെ വണ്ടിയാണ്. ആ വണ്ടി വൃത്തിയിൽ, ശ്രദ്ധയിൽ, കാര്യഗൗരവത്തോടെ, ദുർഗന്ധം വരാതെ, AC കേടുവരാതെ നോക്കേണ്ടതാണ്. പക്ഷേ മുഹമ്മദാജി തങ്ങൾ തന്നതാണ്. ആ ആടും ഭാഗ്യവാൻ തന്നെ. ഉസ്താദിന്റെ വണ്ടിയിൽ കയറിയ പലരും ആ വണ്ടിന്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ ലൗകാന മുതകല്ലിമൻ, ആ ആടിനും പറയാൻ പറ്റുമായിരുന്നെങ്കിൽ പറയുമായിരുന്നു. ഞാനും വണ്ടി കയറിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. വടകരയിൽ നിന്ന്, ചെറുവണ്ണൂരിൽ നിന്ന് കാന്തപുരം വരെ ആ ആട് വണ്ടിയിൽ സഞ്ചരിച്ചു. മഹാനവർകളുടെ വാത്സല്യം ഓർക്കണം, ആലിമീങ്ങളോടുള്ള സ്നേഹം ആലോചിക്കണം. ഇതൊക്കെ മാമൂല് എന്നാരും കരുതി ആരും നിസ്സാരപ്പെടുത്തരുത്. മഹാന്മാരെ ബറക്കത്ത് നമ്മളെ ജീവിതത്തിലും പെരുമാറ്റത്തിലും അല്ലാഹു കാണിച്ചു തരട്ടെ. നമ്മളെ സ്വഭാവത്തിലും വർത്തമാനത്തിലും അല്ലാഹു നിറച്ചു തരുമാറാകട്ടെ. ആ മഹത്തുക്കളെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഉൾപ്പുളകമാണ്, സന്തോഷമാണ്. നഹ്നു മിൻഹും, നമ്മൾ അവരുടെ ആളുകളാണ്, അവര് നമ്മുടെ ആളുകളാണ്. ആ അഭിമാനം നമ്മുടെ സിരകളിൽ അല്ലാഹു നിറച്ചു തരട്ടെ. സക്കറാത്തിന്റെ നേരത്ത് ആ മഹാന്മാരെ തണല് അല്ലാഹു നമുക്ക് കാണിച്ചു തരട്ടെ. ഇബ്ലീസുൽ ലഈൻ, അവരെ പേടിച്ചു ഓടി മറയണം. അതിനു മാത്രം ഈ മഹാന്മാരെ തണലും കാവലും അല്ലാഹു നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. ഉലൈക അബഈ ഫജിനി ബിമിസ്ലിഹിം, അവരൊക്കെയാണ് നമ്മളെ വാപ്പമാര്, അവരൊക്കെയാണ് നമ്മളെ നേതാക്കള്, അവരൊക്കെ എൻ്റെ ആളുകളാണ്. വേറെ ആർക്കു പറയാനുണ്ട് ഇത്തരം ചില മഹാന്മാരെ, വമ്പന്മാരെ? അഭിമാനപൂർവം സ്വഹാബത്ത് പാടിയ പാട്ട് ഈ മഹത്തുക്കളെ പേരിൽ നമ്മൾ ഇപ്പോഴും പാടുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അബ്ദുൽ ലത്തീഫിന്റെ ഭാര്യ ഗർഭിണിയാണ്. ആ വിവരം ഉസ്താദ് പറയാൻ ചെന്നു. നമ്മളെ ബഹുമാനപ്പെട്ടവര് ബാക്കി ഇങ്ങോട്ട് പൂരിപ്പിച്ചു. അവരുടെ കണ്ണുകൾ വല്ലാത്ത കണ്ണുകൾ, അവരുടെ കാതുകൾ വല്ലാത്ത കാതുകൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാന്തപുര ഉസ്താദ് പറഞ്ഞു നമുക്ക് നേർച്ചക്ക് പോകണം. പോയി. ആ നേർച്ചയും കഴിഞ്ഞ് മുഹമ്മദാജി തങ്ങൾ ഒരു മൂലയിൽ കണ്ണുമടച്ചിരിക്കുന്നു. എല്ലാവരും സംഭാവനകൾ കൊടുക്കുന്നു. ആ സംഭാവനകൾ സ്വീകരിക്കുന്നു. കണ്ണു തുറക്കുന്നേ ഇല്ല. കാന്തപുര ഉസ്താദ് 100 രൂപ എടുത്തിട്ട് അബ്ദുൽ ലത്തീഫിന്റെ കൈകളിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ കൊണ്ടുപോയി കൊടുക്ക്. ലത്തീഫ് ആ 100 രൂപയുമായി മുഹമ്മദാജി തങ്ങളുടെ അടുക്കലേക്ക് എത്തുമ്പോൾ കണ്ണു തുറന്നിട്ടില്ല. മുഹമ്മദാജി പറഞ്ഞു ഏപ്പിന്റെ ഡ്രൈവറോട്, ഞാൻ പൈസ വാങ്ങൂല, ഈ പൈസ ഞാൻ വാങ്ങൂല, കുട്ടി നമ്മളെ വക ഫ്രീ. സുബ്ഹാനല്ലാഹ്. AP ഉസ്താദ് ഓടിച്ചെന്ന് പറഞ്ഞു, അത് ഇവിടുന്ന് വാങ്ങണം, അത് ഇവിടുന്ന് വാങ്ങണം, അതൊരു പൊരുത്തത്തിനാണ്, കാലാകാലത്തേക്കുള്ള ബർക്കത്തിനാണ്. അപ്പൊ വാങ്ങി. ആ അബ്ദുൽ ലത്തീഫിന് പിന്നെയും കുഞ്ഞുങ്ങളുണ്ടായി. ആ പെൺകുട്ടിയെ ഈയിടെ അദ്ദേഹം വിവാഹം ചെയ്തയച്ചു. അതിൽ കുട്ടികളുണ്ടായി. അടഞ്ഞ വാതിലുകൾ തുറക്കുന്നതാര്? മുസബ്ബിബുൽ അസ്ബാബായ റബ്ബ് സബബ് വെച്ചിട്ടുണ്ട്. ആ സബബുകൾ എന്തെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സബബുകളിലേക്ക് നമ്മൾ അങ്ങ് ചെന്നിട്ട് നമ്മൾ വാതിൽ തുറക്കുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ, മുത്തുനബി തങ്ങൾ അംന് നൽകി. ആമനർ റസൂലു,
റസൂലുള്ള നമുക്ക് അമ്ന് നൽകുകയാണ്. അതാണ് ആയത്തിൽ പറഞ്ഞത്. റസൂലുള്ള ഈമാനുള്ള ആളാണ് എന്നല്ല ആയത്തിന്റെ തഫ്സീർ. അങ്ങനെ ഒരു തഫ്സീർ ഇല്ലെന്നും പറയുന്നില്ല. ആമനർ റസൂലു, ഓടിച്ചെല്ലുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് അമ്ന് നൽകുകയാണ്. എന്തുകൊണ്ട് അമ്നില്ല? റബ്ബനാ ലാ തഹ്മിൽ അലൈനാ ദുആരക്കുമ്പോൾ ഇവര് ആമീൻ പറഞ്ഞാൽ അമ്നായില്ലേ? റബ്ബനാ വലാ തുഹമ്മിൽനാ റസൂലുള്ള ദുആ ചെയ്യുന്നു, ഇവര് ആമീൻ പറയുന്നു, അമ്ന് ആയില്ലേ? റബ്ബനാ ലാ തുആഖിദ്നാ അല്ലാഹ് പഠിപ്പിച്ച ദുആ റസൂലുള്ള നിർവഹിക്കുമ്പോ ഇവര് ആമീൻ പറയുന്നു, അമ്ന് ആയില്ലേ? ഈ അമ്ന് കൊടുക്കുന്നവനാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസബ്ബിബുൽ അസ്ബാബായ റബ്ബ് സബബ് വെച്ചു. ആ സബബ് ദുആയാണ്, ആ സബബ് സ്വലാത്താണ്, ആ സബബ് സ്വദഖയാണ്, ആ സബബ് ഔലിയാക്കളെ പൊരുത്തമാണ്. അവരൊന്നു വേണ്ടിയിട്ട് ഒരു നോട്ടം നോക്കുകിൽ അൽഹംദുലില്ലാഹ്. അങ്ങനെയാണ്. മുക്കത്ത് ഒരു സഹോദരി, മക്കളില്ല. CM വലിയുള്ള പറഞ്ഞു മക്കളുണ്ട്, 10 മക്കൾ. ആ 10 ആൺമക്കൾ, ആ 10 മക്കളും വിവാഹം കഴിക്കും. അപ്പോൾ 10 പെൺമക്കൾ, മരുമക്കൾ. നല്ല ധൈര്യത്തിൽ ഒരുങ്ങിക്കോ റഹ്മാനായ റബ്ബേ. 10 പേർ ഒരു പെണ്ണ് പറയണമെങ്കിൽ ഒരു പക്ഷേ 15-16 കൊല്ലത്തെ ഗ്യാപ്പ്. ആ മക്കളൊക്കെയും ശേഷിക്കണം, ബാക്കി ജീവിച്ച് കിട്ടണം. അത് പഴയ കാലമാണ്. അസുഖവും വെപ്രാളവും രോഗങ്ങളും ചികിത്സയില്ലാത്ത നമ്മുടെ നാടൻ സാഹചര്യങ്ങളും ഇല്ല. ആ 10 ബാക്കിയായി. ആ 10 കല്യാണം കഴിച്ചു. റഹ്മാനായ റബ്ബേ, ഒരു 10, 30, 40 കൊല്ലത്തേക്ക് മഹാനായ CM വലിയുല്ലാഹി വലിച്ചെറിഞ്ഞതാണ് അങ്ങനെ ഒരു പ്രസ്താവന. അതങ്ങനെ തന്നെ ക്ലിയറായി എല്ലാ അർത്ഥത്തിലും കാണുകയാണ്. ആർക്ക് ഈ അനുഭവങ്ങളെ തേച്ചു മായ്ച്ചു കടന്നു പോകാൻ കഴിയും? ഇല്ല. ഞാൻ അവിടെ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. റഹ്മാനായ റബ്ബ് ആ മഹത്തുക്കളെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹാരം അല്ലാഹു എളുപ്പമാക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു ഇൽമും ഈമാനും അദബും അല്ലാഹു ഏറ്റിത്തരുമാറാകട്ടെ. യഖീനിന്റെ വഴികൾ അല്ലാഹു തുറന്നു തരട്ടെ.